നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും ദൃശ്യവിരുന്ന വെൽക്കം ടു ജീസസ് കിഡ്സ്. കാഴ്ചകളിലൂടെ ജീവിതത്തിലെ നേരും നിറവും നൽകുന്ന നമ്മുടെ കൂട്ടുകാർ ഇതാ കാട്ടിലെ കൂട്ടുകാർ. നീലഗിരിയിലെ സഖികളെ, ജ്വാലാമുഖികളെ. ഇത് നമ്മുടെ ഗംഭീറാണോ? അല്ല അല്ല അല്ല, അത് ഗംഭീരല്ല. അവനെപ്പോലെ മറ്റാരോ. അത് ഗംഭീർ പോലെ തന്നെ. അല്ലല്ല, ഗംഭീർ തന്നെയാണ്. ഹലോ ഗംഭീർ, നിക്ക് നിക്ക്. എന്തിനാ ഗംഭീർ നീ എന്നെ കണ്ടപ്പോ ഓടുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഗംഭീരു, നിനക്ക് ആള് മാറിപ്പോയതാ. ഞാൻ ഗംഭീരൊന്നല്ല. പിന്നെ ഈ കാട്ടീന്ന് കുറച്ചു കാലം മാറി നിന്നാ നിന്നെ ആരും തിരിച്ചറിയില്ലെന്ന് കരുതിയോ ഗംഭീർ? അപ്പൊ കപിലേ, നിനക്കെന്നെ മനസ്സിലായോ? അങ്ങനെ വഴിക്ക് വാ. എടാ ഗംഭീറേ, അത്ര പെട്ടെന്ന് എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ? നീയും ഞാനും ചേർന്ന് ഈ കുറിഞ്ഞിമലയിൽ ഒപ്പിക്കാത്ത തട്ടിപ്പുകളുണ്ടോ? എടാ, ഗംഭീറിനെ കാണാതായതിനു ശേഷം ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ പോട്ടെ, നീ എവിടെയായിരുന്നു ഇതുവരെ? ഓ, അതൊക്കെ വലിയ കഥകളാ. ആ ചെറുതാക്കി പറ. ഇപ്പൊ അതല്ല എന്റെ പ്രശ്നം. പിന്നെ എനിക്ക് വിശന്നിട്ട് വയ്യ. ഓഹോ, കുറച്ച് ദിവസമായി ആഹാരം കഴിച്ചിട്ട്. കപിലിന്റെ കയ്യിൽ പൈസ വല്ലതുണ്ടാ? ഒരു 500 മണീസ്. പണമൊക്കെ ഞാൻ തരാം. പക്ഷെ നീ എന്നെയും പറ്റിച്ച് പോകാനുള്ള വല്ല പരിപാടിയും വേണോ? കപില് ശവത്തിൽ കുത്തരുത്തിട്ടാ. ഈ വയറ് കണ്ട, എന്റെ കോലും കണ്ട, വിശന്നിട്ടാ. ഓ ശരി ശരി ശരി. ആ ഇതാ പിടിച്ചോ. പക്ഷേ ഇതുകൊണ്ട് നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? ഓ, തൽക്കാലത്തേക്ക് എന്റെ പ്രശ്നങ്ങൾ ഈ സമയത്തൊക്കെ തീരും. ഞാൻ അതല്ല ചോദിച്ചത്. പിന്നെ ഈ പണം കൊണ്ട് 2 ദിവസം പട്ടിണി കിടക്കാതെ ജീവിക്കാം. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാ വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം. അതാണ് ഞാൻ ചോദിച്ചത്. എന്താണ് ഈ മറ്റു മാർഗം? കാര്യം ഈ പണം തന്നത് നീ തന്നെ. പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും വാങ്ങി തിന്നാ മാത്രമേ എന്റെ വിശപ്പ് മാറുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങി തിന്നാൻ എന്നെ അനുവദിക്കൊന്ന്. അതിനുശേഷം മറ്റു മാർഗം എന്നാലേ ഈ വഴി പോകാം. തൊട്ടപ്പുറത്ത് ഉഗ്രം കടകൾ വന്നിട്ടുണ്ട്. പറഞ്ഞില്ലേ? ഇതൊരു നല്ലൊരു ഷോപ്പാ. നല്ല ബില്ലാണ്. മോഡേൺ ഫുഡ് ഐറ്റംസ് കിട്ടും. മോഡേൺ ഫുഡ് ആയിട്ട് കാര്യമില്ല. എത്ര നാളെ ഇങ്ങനെ ഫുഡ് അടിച്ചിട്ട്? എന്റെ ഗംഭീരെ, എന്നാലും നിന്നെ സമ്മതിക്കണം. എത്ര വർഷമായി നീ നാട് വിട്ട് പോയിട്ട്? അതിപ്പോ ഒരു 5 വർഷമായി. ഗംഭീർ ആകെ മാറിപ്പോയിട്ടുണ്ട്. പണ്ടത്തെ ഗംഭീരയല്ലേ ഇപ്പോൾ? ഈ കാട് ഉപേക്ഷിച്ചിട്ട് 4-5 വർഷമായില്ലേ? അതിന്റെ മാറ്റങ്ങളൊക്കെ കാണില്ലേ? പറഞ്ഞത് ശരിയാ. എന്നാലും എന്റെ ഗംഭീരെ, നിന്റെ അടുത്ത സുഹൃത്തായി എനിക്ക് പോലും
നിന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിലേ ഈ കുറിഞ്ഞിമലയിലെ ഒരുത്തനും നിന്നെ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പുതിയ ഐഡിയയുമായി ഇറങ്ങിയാലോ? ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ ഐറ്റം. സർവചരാചരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, കാടിന്റെ നിലനിൽപ്പിന് വേണ്ടി, സൊമാലിയ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി, പോയ നല്ല കാലത്തിന്റെ മധുരസ്മരണകൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പ്രശസ്ത വനശാസ്ത്ര വിദഗ്ധനായ പ്രൊഫസർ കിട്ടുമ്പൻ നടത്തുന്ന യാത്ര. നീ പറയണത് എനിക്ക് മനസ്സിലാവണില്ലട്ടാ. എന്ത് യാത്ര? ആര് നടത്തുന്ന യാത്ര? നിനക്കെന്താ വട്ടയ്? നിന്നെ ഈ കോലത്തിൽ കണ്ട ഈ കുറിഞ്ഞിമലയിലെ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് കൂട്ടത്തിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് നീ പ്രൊഫസർ കിട്ടുമ്പനായി മാറുന്നു. അല്ല, ഞാൻ മാറ്റുന്നു. എന്നിട്ട് ഈ കാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും ചെന്ന് നാം അതിജീവനത്തിന്റെ പാഠം ഈ കാട്ടുമക്കൾക്ക് പകർന്നു നൽകുന്നു. അതിജീവനത്തിന്റെ പാഠം ചെറിയൊരു പിരിവ് സംഘടിപ്പിക്കുന്നു. ആശയമെങ്ങനെയുണ്ട്? അല്ല, എന്റെ കപില്, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര മനോഹരമായ ഭാഷാശൈലി? ഗംഭീരേ, നീ പോയതിൽ പിന്നെ വലിയ തട്ടിപ്പുകളൊന്നും നടത്താൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ തട്ടിപ്പുകൾക്കുള്ള ഒരു സാധ്യത ഞാൻ കണ്ടെത്തിയത്. ഓഹോ, എന്നിട്ട്? സോഷ്യൽ മീഡിയയിലെ പ്രമുഖ ചിന്തകനും എഴുത്തുകാരനും വാഗ്മിയുമൊക്കെയാണ് ഈ കപിൽ സ്മോൾ ഹിൽ. കപിൽ സ്മോൾ ഹിൽ? അതായത് കപിൽ കുറിഞ്ഞിമല സ്മോൾ ഹിൽ. കാട്ടിലെ ബുദ്ധിജീവികളൊക്കെ ഇപ്പോൾ FBയിൽ സജീവമാണല്ലോ. അവരെ പോലെ തന്നെയാണ് ഞാനും. ഓഹോ, അപ്പൊ കാട്ടിൽ തട്ടിപ്പുകാരൊക്കെ FBയിലെത്തിയ? കാട്ടിൽ തോറ്റവരൊക്കെ ഇപ്പോൾ FBയിലെ വലിയ വലിയ എഴുത്തുകാരാണ്. അപ്പൊ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വ്യക്തമായിട്ട് പറയും കപിൽ സ്മോൾ ഹിൽ. ഗംഭീര ഒരു യാത്ര നടത്തുന്നു. ആ യാത്രയുടെ ലക്ഷ്യവും ഗുണങ്ങളും ഒക്കെ വിവരിച്ച് ഞാൻ സോഷ്യൽ മീഡിയ വഴി വമ്പൻ പ്രചാരണം നടത്തുന്നു. അതുവഴി ഗംഭീറിന്റെ യാത്രയുടെ ഓരോ മുക്കിലും മൂലയിലും ആളുകൾ കൂടുന്നു. അവരിൽ നിന്നും സോഷ്യൽ മീഡിയ വഴിയും നാം സംഭാവനകൾ പിരിക്കുന്നു. 4-5 വർഷമായി തെണ്ടി തിരിഞ്ഞ് നടക്കണം ഞാൻ. ഇനി കാട് മുഴുവൻ യാത്രയുടെ പേര് പറഞ്ഞ് നടക്കണം എന്നാണ് നീ പറയണത്? ആര് പറഞ്ഞു നടക്കണമെന്ന്? ഗംഭീർ യാത്ര തുടങ്ങുന്നത് ബൈക്കിലാണ്. സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ വാഹനമായ ബൈക്കിൽ. അതിന് ബൈക്ക് എവിടെ? അതല്ല ഞാൻ സംഘടിപ്പിക്കുന്നേ. അപ്പൊ യാത്ര എന്നാ തുടങ്ങ? നാളെ തന്നെ. നാളെ? കത്തുന്ന സൂര്യനെ സാക്ഷിയാക്കി കാടിന്റെ മാറ് പിളർന്ന് കൊതിച്ചുയർന്ന് നുരച്ചു പൊന്തി ഉഗ്രകോപത്താൽ ആടിയുലഞ്ഞ് അറബിക്കടലിലെ മണൽത്തരികളെ പുൽകാൻ പോകുന്ന ഭവാനിപ്പുഴയെ സാക്ഷി നിർത്തി കൃത്യം 11 മണിക്ക് തന്നെ പ്രൊഫസർ കിട്ടുമ്പൻ യാത്ര ആരംഭിക്കുന്നു. എങ്ങനെയുണ്ട്? എന്നാ ഞാൻ പോകട്ടെ. FBയിൽ പോയി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. യാത്രയ്ക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം, പരസ്യം കൊടുക്കണം. ഒരു ദീർഘയാത്രയ്ക്കായി മനസ്സും ശരീരവും ഒരുക്കിക്കൊള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടത്തിലാണ് ഇന്ന് നമ്മളേവരും. കളകളാരവ് മുഴക്കുന്ന ഈ ഭവാനിപ്പുഴയും മാനം മുട്ടായി ഉയർന്നു നിൽക്കുന്ന ഈ മരങ്ങളും പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഈ സുഖശീതളമായ കാലാവസ്ഥയും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വരും കാല അതിജീവനം ഒരു ചോദ്യമായി വന്നെത്തുമ്പോൾ അതിനെതിരെ അരയും തലയും മുറുക്കി നാം പോരാടേണ്ടിയിരിക്കുന്നു. പറഞ്ഞോണ്ട് വരുന്നത് കുറച്ചു നേരമായി നിന്റെ ഈ സംസാരം ഞങ്ങൾ കേട്ടു തുടങ്ങിയിട്ട്. എന്താ സംഭവം? കാര്യം ഒന്ന് തെളിച്ച് പറയൂ. നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. കാട് നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാനനവാസികളായ നമ്മൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. കാട്ടിൽ പഴങ്ങൾ കുറയുന്നു. ഓക്സിജൻ വരെ കടകളിൽ നിന്ന് വാങ്ങുന്ന കാലം അങ്ങ് വിദൂരമല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. പകരം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മാത്രം മതി. അതിന് നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായും. ഈ കാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യും. എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊന്നും നേടാനാവില്ല. അതുകൊണ്ട് പിന്നെ ഈ
കപിൽ എന്താ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ നാടിനും കാടിനും വേണ്ടി, മണ്ണിനും പുഴകൾക്കും വേണ്ടി, ഈ മരങ്ങൾക്കും വേണ്ടി കാടിന്റെ ഉപാസകൻ പ്രൊഫസർ കിട്ടുമ്പൻ ഒരു യാത്ര നടത്തുന്നുണ്ട്. ആ യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതാ അതാ എത്തിപ്പോയി. പ്രൊഫസർ കിട്ടുമ്പൻ നയിക്കുന്ന വനസംരക്ഷണ യാത്ര ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വനസംരക്ഷണ യാത്രയ്ക്ക് വേണ്ടി പ്രൊഫസർ കിട്ടുമ്പൻ അഹോരാത്രം ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. അതാ സ്വാഗതം ചെയ്യുക, സ്വാഗതം ചെയ്യുക. ഇനി ഏതാനും വാക്കുകൾ പ്രൊഫസർ കിട്ടുമ്പൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, കാടിനും പുഴകൾക്കും മരങ്ങൾക്കും വേണ്ടി ഞാൻ നടത്തുന്ന ഈ യാത്രയെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനുമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ സഹകരണമാണ് ഈ യാത്രയുടെ വിജയം. അതിനാൽ നിങ്ങൾക്കാവുന്ന സംഭാവനകൾ നൽകി ഈ യാത്രയെ വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞാനിപ്പോ ഒരു മിനിറ്റ് ബക്കറ്റ് എടുക്കട്ടെ. നിങ്ങളുടെ സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. ഇട്ടോളൂ, മടിക്കാതെ, നോക്കി നിൽക്കാതെ ഇട്ടോളൂ. അങ്ങനെ ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പോകാം. ഇനി അടുത്ത സ്ഥലത്ത് സംഭാവനയിലെ യാത്ര. ശരി ശരി, പിടിക്കൂ കപിൽ. അതായത് ഇനിയും ഒരുപാട് യാത്ര നടത്താനുള്ളതാ. ശരി, അപ്പൊ ഒക്കെ പറഞ്ഞത് പോലെ ഞങ്ങൾ വനം സംരക്ഷിച്ചിട്ട് വരാം കേട്ടോ. ബൈ ബൈ. ഈ വനയാത്ര വിജയിച്ചാ മതിയായിരുന്നല്ലേ? അതെ അതെ. പ്രിയ സുഹൃത്തുക്കളെ, എന്നെ ശ്രവിക്കുവിൻ. ഇതാ ഇവിടെ ഞാൻ നിങ്ങളെ പുതിയൊരു ചെടി പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് പ്ലാസ്റ്റിക് ചെടിയല്ലേ? അതെ. പിന്നെ എങ്ങനെയാ ഇത് ചെടിയാണെന്ന് താങ്കൾ പറയുന്നത്? ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. അത് മനസ്സിലായില്ല. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെടിയുമായാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ കാടുകളിൽ ഇത്തരം പ്ലാസ്റ്റിക് ചെടികൾ നിറയുന്ന കാലം വിദൂരമല്ല. ആഗോളതാപനം നമ്മുടെ കാടിനെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ ഈ കാടും ഈ പുഴയും നാം സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരം ചെടികൾ കൊണ്ട് നമ്മൾ കാടുകൾ നിർമ്മിക്കേണ്ടി വരും. അതിനിപ്പോ ഞങ്ങൾ എന്താ വേണ്ടത്? തട്ടിപ്പാണെന്ന് നിങ്ങൾ ഇതാ ഈ ഫേസ്ബുക്കിലെ പേജ് ഒന്ന് ശ്രദ്ധിക്കൂ. ഇതാ ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. ഞാൻ പ്രൊഫസർ കിടുമ്പൻ. ഇന്ന് ഞാനൊരു യാത്ര തുടങ്ങുകയാണ്. ഈ കാടിനും നാടിനും വേണ്ടി, ഇതിലെ സകല ചരാചരങ്ങൾക്കും വേണ്ടി. നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന ഈ കാടും വനവും നാം സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഇന്ന് ഞാനൊരു യാത്ര തുടങ്ങുന്നു. ഈ യാത്രയ്ക്ക് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശരിയാണല്ലോ കാര്യങ്ങളെല്ലാം. അല്ല, ഈ പ്രൊഫസർ കിടുമ്പൻ എവിടെയാ? ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നു. അതാ അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസർ കിടുമ്പൻ സ്വന്തം ആരോഗ്യത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ കാടിന്റെ മാറിലൂടെ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ കിടുമ്പൻ എത്തിക്കഴിഞ്ഞു. പ്രൊഫസർ കിടുമ്പൻ സാർ, നിങ്ങൾക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, വനസംരക്ഷണം എന്ന ലക്ഷ്യം മുൻനിർത്തി ഞാൻ നടത്തുന്ന ഈ യാത്രയുടെ കുറിഞ്ഞുമലയിലെ സമാപനമാണ് ഇന്ന്. നാളിതുവരെ ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി ഞാൻ ഒരു ആഗോള ലോക പര്യടനം ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. അതിനായി നിങ്ങളിൽ കഴിയാവുന്ന സംഭാവനകൾ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സംഭാവനകൾ വരട്ടെ, സംഭാവനകൾ വരട്ടെ. ഒരാളോട് വിടാൻ ഇട്ടോളൂ. ഓക്കെ,
എന്നാലും എന്റെ കപില് നിന്റെ ബുദ്ധി കൊള്ളാണ്ട് ഒരാഴ്ച ഈ കാര്യങ്ങളൊക്കെ നല്ല കുശാലായിട്ട് പോകുന്നുണ്ട്. ഇന്നത്തെ കളക്ഷൻ എത്രയുണ്ടാവും? ഇന്നും നല്ല കളക്ഷനൊക്കെ ഉണ്ടെന്നേ, ഒരു സംശയമില്ല. സോഷ്യൽ മീഡിയയിൽ യാത്രയുടെ ഈ പേജിന് ലൈക്ക് 10,000 കഴിഞ്ഞു. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അടിച്ചു പൊടിക്കാനുള്ള തുക നാളെ കിട്ടും. അതെങ്ങനെ? നമ്മുടെ ഈ യാത്ര സ്പോൺസർ ചെയ്യാമെന്ന് ഒരാൾ ഏറ്റിട്ടുണ്ടെന്നേ. ഓഹോ, അതെങ്ങനെ സംഘടിപ്പിച്ചു? സോഷ്യൽ മീഡിയ വഴി വമ്പൻ പ്രചരണമല്ലേ നമ്മൾ കൊടുത്തത്. അത് കണ്ട് അയാൾ ഈ യാത്രയെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ആഹാ, നല്ലൊരു തുക തന്നെ അയാളിൽ നിന്ന് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. എങ്കിൽ ഓക്കേ. ഇന്നലത്തെ മുഴുവൻ പിരിവും നീ എടുത്തില്ലേ? ഇന്നത്തെ പണം മുഴുവൻ എനിക്ക്. ഓക്കെ, ഡബിൾ. എങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ഞാൻ വീട്ടിൽ പോകട്ടെ. നാളെ കാലത്തെ 10 മണിക്ക് ബക്കറ്റ് എനിക്ക്. മഴ കുറഞ്ഞത് കൊണ്ട് നനയ്ക്കാറായി. എന്താ തരം കാലം പോയൊരു പോക്കേ. ഇതാണ് ഞാൻ പറഞ്ഞ വമ്പൻ സാർ. ഇത് വമ്പൻ സാറല്ലേ? വമ്പൻ സാറാണിത്. ഇദ്ദേഹം എന്റെ ഗുരുനാഥനാ. എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള സാറാണ് ഇദ്ദേഹം. എന്താ അവിടെ നിന്ന് രണ്ടുപേരും വരുന്നത്? ഇദ്ദേഹമാണോ വനസംരക്ഷണ യാത്ര നടത്തുന്ന? ഓഹോ, പേര് ഞാൻ മറന്നുപോയല്ലോ. എന്താ താങ്കളുടെ പേര്? ഞാൻ കപിൽ സ്മോൾ ഹിൽ. പ്രൊഫസർ കിടുമ്പൻ. താങ്കളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതിനു മുമ്പ് താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? വിരോധമില്ലെങ്കിൽ ഒന്ന് പറയാമോ? ഞാൻ 4-5 വർഷമായിട്ട് കാട്ടിലുണ്ടായിരുന്നില്ലേ? 4-5 വർഷമായി താങ്കൾ ഒളിവിലായിരുന്നു അല്ലേ? ഒളിവിലൊന്നുമല്ല, ഇദ്ദേഹം വനസംരക്ഷണത്തെ കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. കിടുമ്പാ, ഒരു നല്ല ഗുരുനാഥന് തന്റെ ശിഷ്യരെ എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും തിരിച്ചറിയാൻ കഴിയും. നീ ഗംഭീരല്ലടാ. 5 വർഷം മുമ്പ് കാട്ടിലുള്ളവരെ പറ്റിച്ച് പണവുമായി മുങ്ങിയ നീ പുതിയ തട്ടിപ്പുമായി വന്നിരിക്കുകയാണല്ലേ? എടോ കപിലേ, സോഷ്യൽ മീഡിയയിൽ നിന്റെ ചില പോസ്റ്റുകൾ ഞാൻ കണ്ടിരുന്നു. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ വനസംരക്ഷണ ജാഥ എന്ന പേജുമായി നീ ഇറങ്ങിയപ്പോ തന്നെ നിന്നെക്കുറിച്ച് എനിക്ക് സംശയം തോന്നിയതാ. ജാഥ നയിക്കുന്ന ഈ ഗംഭീറിന്റെ ചിത്രം കൂടി നീ FBയിലിട്ടപ്പോ കാര്യങ്ങൾ എനിക്ക് പകൽ പോലെ വളരെ വ്യക്തമായി. അതിനാൽ നിങ്ങളെ കൈയോടെ പിടികൂടുന്നതിനാ ഈ ജാഥ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ എങ്ങോട്ട് വിളിപ്പിച്ചത്. രണ്ടുപേരെയും നേരിട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഞാൻ പോലീസിൽ വിളിക്കാൻ ക്ഷമിക്കണം സാറേ. ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല സാറേ. പോലീസിൽ ഏൽപ്പിക്കരുത് സാറേ. പട്ടിണി കിടന്ന് പടുത്തപ്പോഴാണ് ഞാൻ ഈ കുറിഞ്ഞിമലയിലേക്ക് തിരിച്ചു വന്നത്. അപ്പോഴാണ് ഈ കപിൽ ഈ ആശയം പറഞ്ഞത് സാറേ. സാറേ, എല്ലാം ഈ കപിലിന്റെ ബുദ്ധിയാണ് സാറേ. ക്ഷമിക്കും സാറേ. ഓഹോ, അപ്പോ കപിലാണ് ഇതിന്റെ ബുദ്ധി കേന്ദ്രം അല്ലേ? അതിപ്പോൾ തെറ്റിപ്പറ്റിപ്പോയി സാറേ, ക്ഷമിക്കണം. ദൈവം ഓരോരുത്തർക്കും ഒത്തിരി കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകൾ ഈ കാടിന് ഉപകരിക്കുന്ന തരത്തിൽ വിനിയോഗിക്കുന്നവരാണ് മഹാന്മാരായി മാറുന്നത്. കപിൽ, നിനക്ക് നന്നായി എഴുതാനും പ്രസംഗിക്കാനും ദൈവം കഴിവ് തന്നിട്ടുണ്ട്. പക്ഷെ കപിൽ അത് ഉപയോഗിക്കുന്നത് തട്ടിപ്പ് നടത്താനായിട്ടാ. അതിൽ എനിക്കേറെ വിഷമം തോന്നുന്നു. സാർ എന്നോട് ക്ഷമിക്കണം. ഈ യാത്ര ഈ നിമിഷം തന്നെ ഞങ്ങൾ നിർത്താൻ പോയാ. മറ്റുള്ളവരെ പറ്റിക്കാൻ തുടങ്ങിയതാണെങ്കിലും നിങ്ങളുടെ ഈ യാത്രയുടെ ലക്ഷ്യം മഹത്തരമാ. അതിനാൽ ഈ യാത്ര നിങ്ങൾ തുടരണം. പക്ഷേ ഇതുപോലെ ബൈക്കിൽ വേണ്ട, കാൽനടയായി. ഈ യാത്രയോടൊപ്പം പിരിവും പാടില്ല. സോഷ്യൽ മീഡിയ വഴി ലൈവായി ഈ യാത്ര നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതിനാവശ്യമായ ചെറിയ തുക ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഈ പുതിയ കാൽനട യാത്ര ഇവിടെ വെച്ച് ഞാൻ
ഉദ്ഘാടനം ചെയ്യുന്നു. വേഗം നടന്നു. എന്നെ പറ്റിക്കാൻ ശ്രമിച്ച 2 പേരും ജയിലിനകത്താകും എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുക. കേട്ടല്ലോ? ഞങ്ങൾ യാത്ര തുടങ്ങട്ടെ സാർ. വേഗം തുടങ്ങാം. വനസംരക്ഷണ യാത്ര. വരൂ. ബൈ. നല്ലത് വരട്ടെ. അനുഭവ കാഴ്ചകൾക്ക് ശേഷം ഇനി വചനകാലം. വചനമറിയാൻ, വചനത്തിൽ ജീവിക്കാൻ. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ടിങ്കു, ഇന്ന് രാവിലെ നീ എന്തിനോ കരയുന്നു കേട്ടല്ലോ. എന്തിനായിരുന്നു? ഓ, വിശന്നിട്ടാണോ? അത് ശരി. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാ നിനക്ക് വിശക്കുന്നത്? എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം നിനക്ക് ഇഷ്ടപ്പെടാത്തതായിരുന്നോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പം ഭക്ഷണം സമയത്ത് കഴിച്ചില്ലെങ്കിൽ നന്നായിട്ട് വിശക്കൂലേ? എടാ, ഭക്ഷണമില്ലാതെ വലയുന്ന എത്രമാത്രം കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട് നിനക്കറിയാമോ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, എത്ര സമൃദ്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് സമയത്ത് ആഹാരം, വസ്ത്രം, അതുപോലെ നമുക്ക് താമസിക്കാൻ ഭവനം, ഇതെല്ലാം ദൈവം നൽകി. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആവാൻ പാടുമോ? ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ദൈവം എങ്ങനെയാണ് പോറ്റിയതെന്ന് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏലിയാവെന്ന് കേട്ടിട്ടുണ്ടോ? ഏലിയാവ് ആരായിരുന്നു? ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. ഏലിയാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ആഹാബ് എന്ന് പറയുന്നത്. ആ രാജാവിൻ്റെ പേരെന്താ? ഈ ആഹാബ് രാജാവിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ഏലിയാവിലൂടെ നടത്തി. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല. എന്നിട്ട് ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ഇവിടുന്ന് യാത്ര ചെയ്ത് കെരീത്ത് തോടിൻ്റെ അരികെ പോയി താമസിക്കാനായിട്ട് പറഞ്ഞു. അവിടെ ഭക്ഷണമൊക്കെ എവിടുന്ന് കിട്ടും? ഒന്നും അറിയത്തില്ല. ഏലിയാവ് പോയി അവിടെ താമസിച്ചു. എന്നാൽ എന്നും രാവിലെ ഒരാൾ വന്ന് ഏലിയാവിനെ വിളിക്കും. ആരാന്നറിയാമോ? ഒരു കാക്ക. കാക്ക വെറുതെയല്ല വരുന്നത് കേട്ടോ. കാക്കയുടെ ചുണ്ടിൽ ചില സാധനങ്ങൾ കൂടെയുണ്ട്. എന്താണെന്നറിയാമോ? അപ്പവും ഇറച്ചിയും. സാധാരണ നമ്മൾ കാക്കയെ കണ്ടേക്കുന്നത് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ കൊത്തി കൊണ്ടുപോകുന്നതായിട്ടല്ലേ, കള്ളക്കാക്ക എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. പക്ഷെ ഈ കാക്കയെ ആരാ പറഞ്ഞു വിട്ടേന്നറിയാമോ? എന്തിനാ പറഞ്ഞു വിട്ടത്? പ്രവാചകന് അപ്പം കൊടുക്കാനായിട്ട്. ഒരുപക്ഷെ കൊട്ടാരത്തു നിന്നൊക്കെ ആയിരിക്കും അപ്പമൊക്കെ കൊണ്ടുവന്നത്. എങ്ങനെയാണെങ്കിലും കെരീത്ത് തോടിൻ്റെ അരികെ ദൈവം തൻ്റെ പ്രവാചകനെ പോറ്റിപ്പുലർത്തി. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമുക്ക് ആഹാരം തരുന്ന ഒരു ദൈവം. ലോകത്തിലെ അനേക കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ വലയുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മളെ ദിനംതോറും പോറ്റിപ്പുലർത്തുന്നില്ലേ? അതിന് നാം എന്ത് ചെയ്യണം? നന്ദിയുള്ളവരായിരിക്കണം. അതുപോലെ ഏലിയാവ് സാരെഫാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഏലിയാവിന് ഭക്ഷണം ഒരുക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചത് ഒരു വിധവയായിരുന്നു. ആ വിധവയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവരിൽ ആകെ കുറച്ച് മാവും കുറച്ച് എണ്ണയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏലിയാവ് പോകുന്ന വഴിക്ക് ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ കഴിക്കാൻ വല്ലതും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾക്കുള്ളതാകെ കുറച്ച് അപ്പവും കുറച്ച് എണ്ണയും മാത്രമേ ഉള്ളൂ. അത് കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാനായിട്ടിരിക്കുക. അപ്പോൾ ഈ പ്രവാചകൻ എന്താ പറഞ്ഞതെന്നറിയോ? പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അതുകൊണ്ട് ഒരട എനിക്ക് ഉണ്ടാക്കി കൊണ്ടുപോവാ. ഇവർ പോയി ആ മാവെടുത്ത് പ്രവാചകന് വേണ്ടി ഒരടയുണ്ടാക്കി അത് വന്ന് കൊടുത്തു. നോക്കിയപ്പോഴുണ്ടല്ലോ, എടുത്ത അത്രയും മാവ് പിന്നെയും ആ കലത്തിൽ വന്നു, അത്രയും എണ്ണ പിന്നെയും ഭരണിയിൽ വന്നു. അവർ പിന്നെ എന്നാൽ ഒരപ്പം കൂടി ചുട്ടേക്കാം, മകന് വേണ്ടി അപ്പം ചുട്ടു. പിന്നെ നോക്കുമ്പോൾ പിന്നെയും അത്രയും മാവും അത്രയും എണ്ണയും തിരിച്ച് അതേ സ്ഥലത്ത് വന്നു. അവരും കഴിച്ചു, പിന്നെയും അത്രയും മാവും വന്നു. ആ പ്രവാചകന് പോകുന്ന കാലത്തോളം
അവിടുത്തെ ശാപം തീരുവോളം ആ ഭരണിയിലെ എണ്ണ കുറഞ്ഞില്ല, കലത്തിലെ മാവും കുറഞ്ഞില്ല. ആരാ ഈ അത്ഭുതം ചെയ്തത്? അപ്പം തൻ്റെ ഭൃത്യന്മാരെയും തൻ്റെ ഭൃത്യന്മാരെ മാനിക്കുന്നവരെയും ദൈവം എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. കണ്ടില്ലേ ആ സാരേഫാത്തിലെ വിധവയെ ദൈവം പോറ്റിയത് അല്ലേ? അപ്പം ദൈവഭൃത്യന്മാരെ മാനിക്കുവാൻ ഇടയായി തീർന്നതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിലും ഉണ്ടായി. പ്രിയ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ മാനിക്കുന്നവരാണോ, ബഹുമാനിക്കുന്നവരാണോ? തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടും. ഈ ദൈവം എത്രയോ വലിയവനല്ലേ? ആഹാരം കൊടുക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, ഈ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളൊരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. ഈ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് നാം എന്ത് ചെയ്യണം? ജീവിക്കണം. ടിങ്കുവിന് മനസ്സിലായോ? ഇനി ഞാൻ ഒരിക്കലും ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കില്ല. ഓക്കെ, ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്? വഴക്കൊന്നും കൂടാനായിട്ട് പാടില്ല. ടിങ്കു അങ്ങനെ തീരുമാനിച്ചു. കൂട്ടുകാരെ, നിങ്ങളെങ്ങനെയാണ്? ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഓക്കെ, ബൈ. സ്നേഹ സന്ദേശങ്ങൾ നിറഞ്ഞ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ? അഭിപ്രായങ്ങൾ എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അനുഭവങ്ങളും സന്ദേശങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ ടാറ്റാ.